ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ പാലക്കാടുള്ള എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ നിന്നാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വ്ളോഗ് അവസാനം വരെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇന്നലെ ഒരുപാട് വൈകിയാണ് ഞാൻ എത്തിയത്. പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വല്യമ്മയുടെ വീടാണ്, എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീടാണ് കേട്ടോ. ഇവിടെ വല്യമ്മ തനിച്ചാണ് താമസിക്കുന്നത്. വല്യമ്മയ്ക്കൊരു മോളാണുള്ളത്. അവളെ കെട്ടിച്ചു വിട്ട് പിന്നെ ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പോൾ വല്യമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഓണവും വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും ഒരു യാത്രയാവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മേനെയും അച്ഛൻ്റെ അടുത്ത് നിൽക്കണതിനെക്കാട്ടി കൂടുതൽ വല്യമ്മൻ്റെ അടുത്ത് നിന്നാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മറക്കാനാവാത്ത ഓർമ്മകളൊക്കെ എനിക്ക് ചുറ്റും ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ഉച്ചത്തേക്ക് ചിക്കൻ മേടിക്കണമെന്ന് ചോദിച്ചു വല്യമ്മ. അപ്പം ഞാൻ വേണ്ടെന്ന് പറഞ്ഞ്. എനിക്ക് നാടൻ കറികൾ, നല്ല മുരിങ്ങയിലയും പരിപ്പും നല്ല ഉണക്കമീൻ പൊരിച്ചതും ഇതൊക്കെയാണ് എനിക്കിഷ്ടം. കാരണം എറണാകുളത്താവുമ്പോൾ സമയത്ത് ഇതൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ്, മുരിങ്ങയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മുരിങ്ങയിലൊക്കെ മുറിച്ച് വെച്ചേക്കുവാണ്. അപ്പോഴേക്കും ചേച്ചി വന്നിട്ട് കുഞ്ഞിനോട് ഇങ്ങനെ കുശലം പറയാണ് കേട്ടോ. ഇപ്പൊ ജോലിക്ക് പോകണില്ല. വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരത്തില്ല. കാരണം നിഷ്കളങ്കമായ മനുഷ്യരാണ് ചുറ്റിലും, സാധാരണക്കാരായി ജീവിക്കുന്നവരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അയൽവക്കവും എല്ലാവരും നല്ലൊരു സ്നേഹമാണ് കേട്ടോ. അവരൊക്കെ എന്നെ കുഞ്ഞിലെ മുതലേ കാണുന്ന ആളുകളാണ് കേട്ടോ. ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു 3-3:30 മണിയായപ്പോഴേക്കും കുഞ്ഞിനെ ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനും വല്യമ്മയും കുഞ്ഞനൊക്കെ കൂടിയിട്ട് ഞങ്ങളൊന്ന് മണ്ണാർക്കാട് വരെ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുങ്ങി ഇതേ വല്യമ്മ വന്നുണ്ട് പുറകിൽ. ഇത് വല്യമ്മൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം, എല്ലാവരും കണ്ടോളി. അങ്ങനെ എൻ്റെ വല്യമ്മ ഒരു മുസ്ലിമാണ് കേട്ടോ. കാരണം പുള്ളി കാര്യത്തെ മുസ്ലിമിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ആയതാണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഇവിടുത്തെ സ്ഥലങ്ങളും പിള്ളേരും. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. കാരണം ഞാനും ഈ ഒരു സമയത്ത് ഇതേപോലെ കളിച്ച് നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഈ വഴികളടക്കം. ഈ അവിടെ നിൽക്കുന്ന ആ 2 ചേച്ചിമാർക്ക് വരെ എന്നെ അറിയാം കേട്ടോ. ഈ വഴികളൊക്കെ കണ്ടില്ലേ, പണ്ട് ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ വേലിയായിരുന്നു. മുള്ളിൻ്റെ വേലി 2 സൈഡിലും കെട്ടിയിട്ട് നടുവിലൂടെ ചെറിയൊരു ഒരു ഇടവഴി പോലെയൊരു സംഭവമായിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ടാറിട്ട് റോഡാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് വണ്ടിയും കാറൊക്കെ വരാൻ പറ്റുന്ന രീതിയിലുള്ള ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. പിന്നെ അതായത് നമ്മൾ ഈ ദൂരത്ത് കാണുന്ന ആ ഒരു അമ്പലം കണ്ടില്ലേ, ഇതൊരു ഭദ്രകാളി ക്ഷേത്രമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയുള്ള ക്ഷേത്രമാണത്. കാരണം എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഒരു 6-7 പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും രാവിലെ വന്ന് കുളിച്ച് തൊടുന്ന ഒരു ക്ഷേത്രമാണിത്. ആ കാണുന്ന ആൽമരത്തിൻ്റെ ചുവട്ടിലും ഒരു പ്രത്യേകതരം വിശ്വാസം ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു തടം പോലെ കെട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾക്ക് ആദ്യം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നെങ്കിൽ ആ ഗേറ്റ് വഴി കയറിയിട്ട് വേണം പോകാൻ. പക്ഷെ ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഒരു കമ്പി വേലി ഇട്ടിട്ട് ഒരു ചെറിയ വഴി ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ വഴിയിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ക്ഷേത്രത്തിന് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു കഥയൊക്കെയാണ്. അതിൻ്റെ കഥകളെന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ആ ഒരു എൻ്റെ കാലഘട്ടത്തിലൊന്നും അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ ഇടയായിട്ടാണ് കേട്ടത്. വല്ലതും പറഞ്ഞ് ഈ ഒരു അമ്പലത്തിൽ കള്ളനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാഷൊക്കെ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഇടവഴി കൂടെ ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമ്മുടെ അടുത്ത വല്യമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ അതേ എൻ്റെ അമ്പലം കാണുന്നുണ്ടല്ലോ. ഇതേ ഈ കാണുന്ന വഴിയുടെ മുകളിൽ കൂടെയാണ് ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്നത് അമ്പലത്തേക്ക് കേട്ടോ. ആ കാണുന്ന ബിൽഡിംഗ് ഒന്നുമില്ല, അതൊക്കെ ഇപ്പോൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ കാണുന്ന ഗേറ്റ് ഇതൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ പണിതുണ്ടാക്കി വെച്ചേക്കുന്നതാണ്. നിങ്ങൾ കാണുന്ന ആ ഒരു സ്ഥലം, ഇവിടെ നിന്ന് ഈ ഒരു ചുറ്റും ഫുള്ളായിട്ട് കാടായിരുന്നു കേട്ടോ. എന്നാൽ ഇപ്പോൾ ഒരുപാട് വീടുകളൊക്കെ വന്നിരിക്കുന്നു. അതേപോലെ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വഴി പോലും ഒറ്റ വരി പാത പോലൊരു വഴിയായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു എല്ലാ സ്ഥലങ്ങളും. കൊള്ളാവോ? അടിപൊളിയാണോ? നീ പറഞ്ഞാലിതാ
എന്താ അറിയില്ല, ഓർമ്മയില്ല. സത്യം പറഞ്ഞാൽ അവർക്ക് എന്നെ ഓർമ്മയുണ്ട്, എനിക്ക് അവരെ ഓർമ്മയില്ല. അതാണ് ഇപ്പോൾ പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഈ ഒരു വഴികളിലൊക്കെ ഞാൻ മുല്ലപ്പൂ പെറുക്കാനും പറിക്കാനും ഒക്കെ വന്നിരുന്ന സ്ഥലമാണ്. പക്ഷെ പുതിയ പുതിയ വീടുകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നതേ ഇല്ല. ചെറിയ വഴി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഒരാൾക്ക് നടക്കാൻ പറ്റുന്ന ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊക്കെ എല്ലാം മാറിയിട്ട് ഒരുപാട് മാറിയിരിക്കുന്നു. നമ്മുടെ ഈ രണ്ട് സൈഡിൽ കാണുന്ന ഈ വീടുകളൊക്കെ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെയാണ് കേട്ടോ. ഒക്കെ വള്ളിയിലും പുള്ളിയിലും ഉള്ളവരുടെ വീടുകളാണ്. ഇപ്പം ഈ വീട് കാണുന്നത് നമ്മുടെ വല്യമ്മനെ വേറൊരു വല്യമ്മ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ വീടാണത്. പിന്നെ ദേ ഈ കാണിക്കുന്നത് എൻ്റെ വല്യച്ഛൻ്റെ തറവാടാണ്. പിന്നെ ഇതും എന്താ പഴയൊരു തറവാടാണ് ഇപ്പം ഇത് ഈ കാണുന്നത്. അവിടെ ഇപ്പം ആരും കാണുന്നൊന്നുമില്ല. ഇനി നമ്മുടെ വല്യമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പം ഈ കാണുന്ന വീടെന്ന് പറയുന്നത് നമ്മുടെ വല്യമ്മയുടെ ഭർത്താവിൻ്റെ രണ്ടാമത്തെ അനിയൻ്റെ വീടാണത്. അങ്ങനെ നമ്മുടെ വല്യമ്മൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഹലോ, സമയമില്ലല്ലോ. 3:10 ഞങ്ങൾ ഇവിടെ പെണ്ണിന് ഡ്രസ്സ് എടുക്കാൻ നോക്കട്ടെ. ഏഞ്ചൽ വലുതായി അത് പിന്നെ അവളെ അപ്പം കറുത്തിട്ടല്ലേ, പിന്നെ എന്റെ നിറം കിട്ടില്ലല്ലോ. എന്റെ നിറമൊന്നും കിട്ടൂല. ഫോട്ടോയില് കാണിച്ചു. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വല്യമ്മ കേട്ടോ. അങ്ങനെ നമ്മുടെ വല്യമ്മയുടെ വീട് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. വല്യമ്മയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മുടെ ബസ് പോവും. അപ്പോൾ ഇപ്പം ഈ കാണുന്ന ഈ വഴികളിലൂടെയാണ് ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നതും വന്നതൊക്കെ കേട്ടോ. അന്ന് ഈ പറഞ്ഞ ഇതുപോലെയൊന്നും ആയിരുന്നില്ല. ഈ രണ്ട് സൈഡിലും വന്നിട്ട് ഈ കമ്പിവേലി കെട്ടിവെച്ച ഒരു ചെറിയൊരു മൺതട്ട പോലുള്ളൊരു സംഭവമൊക്കെ ആയിരുന്നു. ഇപ്പൊക്കെ അതൊക്കെ മാറ്റി ടാറൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ 4 മുതൽ 8ാം ക്ലാസ് വരെയും ഞാൻ നടന്നുകൊണ്ടിരുന്ന വഴികളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നമുക്ക് നടന്നാൽ മതി, അപ്പോഴേക്കും നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്തും കേട്ടോ. എന്താ തേച്ചി കൊണ്ട് വരുന്നേ? ഓ, എപ്പോ വന്നോള്? ചെറിയ രീതിയിൽ വന്നാണ്. ഇതെന്താ മകള്? എന്റെ മോള്. അത് മകള്. ഇതെന്തത്? തേങ്ങയൊന്നും ഇവിടെയല്ല പോയാ പോയ. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഭയങ്കര രസമാണ്. എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. എല്ലാവരും എന്തിനും കൂടെ ആളുകൾ ഉണ്ടാവുമായിരിക്കും. ഇതിപ്പോൾ ഈ വലത് സൈഡ് കാണുന്ന ഈ ഒരു കടയുണ്ടല്ലോ, ആ കട വരെ ഞാൻ എപ്പോഴും മിഠായി വാങ്ങിച്ചുകൊണ്ടിരുന്നൊരു കടയാണ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നാൽ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലേ, അതിൻ്റെ അവിടെയായിട്ട് നമുക്ക് ബസ് സ്റ്റോപ്പാണ് കേട്ടോ. അന്ന് ഈ പറഞ്ഞ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇതൊക്കെ പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ്. 3:10 നമ്മുടെ ബസ്. അപ്പം അതുവരെ നമുക്കൊന്ന് കാത്തിരിക്കാം കേട്ടോ. ഈ ആളുകളൊക്കെ എന്തിനും ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് മിക്കവാറും വട്ടാന്ന് വിചാരിക്കും. ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിരുന്ന ബിൽഡിങ്ങാണ്. എന്നത് ഈ കാണുന്നത് ഇപ്പം എങ്ങാണ്ട് പണിതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബസ് വന്നിരിക്കുന്നു. ബസ്സിൽ സീറ്റ് എനിക്ക് കിട്ടിയത് ഏറ്റവും പുറകിലാണ്. അപ്പം ഞാനും വല്യമ്മയും കുഞ്ഞനൊക്കെ പുറകിലാണ് ഇരുന്നത്. അപ്പം നമ്മളിപ്പോൾ മണ്ണാർക്കാട് എത്താറായിട്ടുണ്ട്. അപ്പം മണ്ണാർക്കാട് എത്തിയിട്ട് നമ്മൾ വസന്തം ടെക്സ്റ്റൈൽസിൽ നിന്നാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ബസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ടെക്സ്റ്റൈൽസ് എത്തിയിരിക്കും. ഇവിടെ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് കുറച്ച് നടന്നാൽ മതി. വസന്തം ടെക്സ്റ്റൈൽസാണ്. അവിടെയാണെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്താണെന്നാണ് അവർ പറഞ്ഞത്. ഓണം ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഓഫർ ഉണ്ടാവുമോ എന്നൊന്നും അറിയത്തില്ല. നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മുടെ ടെക്സ്റ്റൈൽസിൽ എത്തിയിരിക്കുന്നു. അത്യാവശ്യം നല്ല പോലെ തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡ്രസ്സിൻ്റെ കളക്ഷൻസൊക്കെ എവിടെയാണെന്നുള്ളത് കാണിച്ചു തരാൻ അവർ കൊണ്ടുപോവുകയാണ് ഞങ്ങളെ. 300 സംതിങ് സ്റ്റാർട്ടിങ് മുതൽ വരുന്നുള്ള അടിപൊളി കുർത്തീസൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ട് എനിക്ക് തോന്നി. വല്യമ്മ അവൾക്കൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിപ്പോൾ ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടുപ്പ് കളക്ഷൻ്റെ എന്ന് പറയുമ്പോൾ ഫുള്ള് നെറ്റിൻ്റെ ഒക്കെ ടൈപ്പാണ് വരുന്നത്. അവൾക്ക് അതിൻ്റെ ആവശ്യമില്ല, അവൾക്ക് അതിനോട് താല്പര്യമില്ല. പിന്നെ
കോട്ടൺ ബേസിലൊക്കെ ആകുമ്പോൾ അവൾ എപ്പോഴും സ്ഥിരമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഞങ്ങൾ അത് ചോദിച്ചു. അപ്പോൾ ഒന്നല്ലെങ്കിൽ മിഡിയും ടോപ്പ് കോട്ടൻ്റെ ടൈപ്പ്, അല്ലെങ്കിൽ ഫ്രോക്ക് കോട്ടൻ്റെ, അങ്ങനെ ആയിട്ട് നമ്മളൊരു 500 സംതിങ് ബഡ്ജറ്റിൽ വരുന്ന ടൈപ്പിൽ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ നമുക്ക് പറ്റിയ ഡ്രസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് പേ ചെയ്തിട്ട് ഇറങ്ങാം കേട്ടോ. വലിയ ഡിസ്കൗണ്ട് ഒന്നും തന്നെ ഇല്ല. വെറും 50 രൂപയാണ് കുറച്ച് കിട്ടിയത്. ഓണമായിട്ട് സ്പെഷ്യലായിട്ട് ഒരു പായസം മിക്സിൻ്റെ പാക്കറ്റും കിട്ടി. എന്തായാലും ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനിയും പാലക്കാട്ടിലെ എൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ പാർട്ട് 2 ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.